ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഗാനാവിനോദും വാട്ടർമെലൻ സ്റ്റാറും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഗാനാവിനോദിനെ ആരെ ആക്കാം, ഗാനാവിനോദിനെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം എടുത്ത് ചാടാൻ വരും. പിന്നെ നടന്നത് മണി വീക്കിൻ്റെ ഭാഗമായിട്ട് ഒരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ ഉണ്ട്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു എക്സ് കണ്ടസ്റ്റൻറ്റ് വരും, അവരെ ഒളിപ്പിക്കുക എന്നതാണ്. അത് ഓൾറെഡി ഉള്ള എക്സ് കണ്ടസ്റ്റൻസ് ഇത് അറിയാനും പാടില്ല. അങ്ങനെ എക്സ് കണ്ടസ്റ്റൻ്റ് ആയി വന്നത് കെമിയാണ്. പുള്ളിക്കാരി നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ സമയത്ത് പോകാൻ ഒട്ടും ഡിസേർവിങ് അല്ലാത്ത ആളുമായിരുന്നു. എന്നിട്ട് ഫൈനലിസ്റ്റ് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് 1,00,000 നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സീക്രട്ട് ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിലും ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവിലുള്ള ഫൈനലിസ്റ്റ് എക്സ് കണ്ടസ്റ്റൻസിന് റൂമൊക്കെ ചുറ്റി കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം എക്സ് കണ്ടസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ രമ്യ അങ്ങ് ആഞ്ഞടിച്ച് കയറി സാൻഡ്ര ഞാൻ പോകുന്നതിന് മുന്നേ എന്നെ പാമ്പ് എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ് കണ്ടസ്റ്റൻസ് എന്തുകൊണ്ടാണ് എക്സ് കണ്ടസ്റ്റൻറ്റ് ആയി വന്നത് എന്ന് കാണിച്ചു തരുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിയാന ആയിക്കോട്ടെ രമ്യ എന്ന് പറയുന്ന രണ്ടുപേര്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്നുണ്ടെങ്കിൽ ആദ്യ ആഴ്ച വേറെ ഒരാളുടെ കൂടെയാണെങ്കിൽ പിറ്റത്തെ ആഴ്ച വേറെ ഒരാളുടെ കൂടെ ആയിരിക്കും. കാര്യം ഇവർക്ക് ഗെയിം കിട്ടുമ്പം ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരും. അങ്ങനെ ഇവർ ഗ്യാങ് ഓരോ ആഴ്ചയും മാറുന്നതായിട്ട് കാണാനിടയാവും. ഇതൊക്കെയാണ് രമ്യ അവിടെ വലിയ പ്രശ്നമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രമ്യ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിക്രത്തിന് എന്തൊക്കെ സാൻഡ്ര കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് ഇപ്പോഴാണ് അവർ അടയും ചക്കരയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വീട്ടിൽ ഇത്രയും പേരുള്ളൂ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ രമ്യ ഈ ദേഷ്യം വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് വിയാനയും ചെയ്യുന്നത്. പക്ഷെ വിയാന ദിവ്യനോട് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം ഇത് പുറം ലോകം അറിയാത്തൊരു കാര്യമാണ്. അവരതിൻ്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചൊരു കാര്യമാണ്. അത് എക്സ്പോസ് ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വിയാനേൻ്റെ ബോധമാണ് ഇത് പറയണോ വേണ്ടയോ എന്നുള്ളത്. അതിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വൃത്തികെട്ട പരിപാടിയാണ്. ഇപ്പം പല സാൻഡ്ര എഗെയിൻസ്റ്റ് ഫാൻസ് എന്നോട് ചോദിച്ചേക്കാം, അപ്പോൾ സാൻഡ്ര പറഞ്ഞില്ലേ പാർവിനെ കുറിച്ച് എന്ന്. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സാൻഡ്ര എന്നിട്ട് എല്ലാം തെളിവ് സഹിതമൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഹിൻഡ് പോലെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൻ ആ ആഴ്ച പ്രജിനും ദിവ്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഈ സാൻഡ്രയ്ക്ക് എന്താ പോസിറ്റീവ്നെസ് ഒന്നും അടിക്കുന്നില്ലേ എന്ന്. അതിനുശേഷം രണ്ടാം ഘട്ടം അല്ലെങ്കിൽ ലെവൽ 2 കൊടുക്കുകയാണ് ഉണ്ടായത്. ഫുഡ് കൊടുക്കും. 4 പേർക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അത് 4 പേര് കഴിച്ചു തീർക്കണം. എക്സ് കണ്ടസ്റ്റൻറ്റ്, ബാക്കിയുള്ള 3 പേര് ഏതെങ്കിലും ഫൈനലിസ്റ്റ്. അതും അവർ വിജയകരമായി പൂർത്തിയാക്കിയിട്ട് 2,00,000 രൂപ കിട്ടുന്നുണ്ട്. ലെവൽ 2 ടാസ്കും കൂടെ കഴിഞ്ഞപ്പം കെവിൻ എല്ലാവരുടെ അടുത്തും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെമി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ വരാൻ ഡിസേർവിംഗ് ആണ്. നിങ്ങൾ ഓരോ ആഴ്ചയും താണ്ടിയാണ് വന്നത്. ബാക്കി എല്ലാവരേക്കായും നിങ്ങൾ ഡിസേർവിംഗ് ആണ് എന്ന് കെമി പറയുന്നുണ്ട്. ഇതിനെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. കെമിക്കും ഉണ്ട് അത്, പ്രവീൺ രാജിനും ഉണ്ട് അത്. അതില്ലാത്തത്, അത് അയലത്തൂടെ പോവാത്തത് 2 പേരെന്ന് പറയുന്നത് വിയാന, രമ്യ എന്നിവർക്കാണ്. പിന്നെ രമ്യ പറയുന്നത് കേട്ടു, രമ്യ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോമിനേഷനിൽ ഇടക്കം എടുത്തിടുമെന്ന്. രമ്യ കരയുന്നതിന് ഒരു റീസൺ ഇല്ലാതെയാണ് പുള്ളിക്കാരി കരയുന്നത്. ഈവൻ വിക്രം ആയിക്കോട്ടെ സാൻഡ്ര ആയിക്കോട്ടെ, അതിന് കരയുന്നതിൻ്റെ കാരണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രമ്യ കരയുന്നത് ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വെച്ചിട്ടായിരിക്കും. സോ ഇത്രയാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.